मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഞാനാണ് ഡോക്ടർ ഖുറാന. ഞാനൊരു പഴയ സയന്റിസ്റ്റ് ആണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഡൈനോസർ പാർക്കിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ടെമ്പോ അണ്ണനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഈ റിബൺ ഒന്ന് കട്ട് ചെയ്ത് എന്റെ ഈ ഡൈനോസർ പാർക്കിന്റെ ഇനോഗ്രേഷൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ അമ്മൂ, ഞാൻ ഈ ഡൈനോസർ പാർക്കിന്റെ ഇനോഗ്രേഷൻ എന്റെ സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കാം. ഈ ഡൈനോസർ പാർക്ക് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. കാലക്കി കളഞ്ഞു, അതിസുന്ദരമായിട്ടുണ്ട്. എനിക്ക് വീണ്ടും വിശപ്പ് തുടങ്ങി. ഇത്രയും വലിയ കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു, മിക്സ്ഡ് ഫ്രൂട്ട് ജെല്ലി കഴിച്ചോട്ടെ. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇംപ്രസീവ്. ശരി, ഈ പാർക്കിന്റെ പേര് മാത്രമാണോ ഡൈനോസർ? അല്ല, ഇതിൽ ഡൈനോസർ പോലെ വേറെ വല്ലതുമുണ്ടോ? 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരാം. ഇതെന്താ സംഭവിക്കുന്നത്? എന്റെ അമ്മേ, ഹലോ എവരിബഡി. നിങ്ങൾ ആരും ഈ ഡൈനോസറസിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും ഒറിജിനൽ അല്ല. ഇതൊക്കെ മെക്കാനിക്കൽ ഡൈനോസറസ് ആണ്. ഇതിലേക്ക് ഞാൻ ഈ ടവറിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പേടിക്കണ്ട, ഈ ഡൈനോസറുകൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കാണുന്ന ഡൈനോസറസ് എല്ലാം എന്റെ കൺട്രോളിലാണ്. ഇതാ നോക്കൂ. ഹലോ, ഞാനാണ് ഇങ്കോ. ഡോക്ടർ ഖുറാന, ഈ വക കാര്യങ്ങളിൽ വളരെ പോപ്പുലർ ആണ്. നിന്റെ ജീവിതം നാശമാക്കുന്നതായിരിക്കും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാനൊരു ചെറിയ സാധനം മോഷ്ടിച്ചതിന് വേണ്ടി നീ എന്നെ ലാബിൽ നിന്ന് പുറത്താക്കിയല്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെ പകരം വീട്ടുന്നത് നോക്ക്. ഷെടാ, ആരോ എന്റെ സിസ്റ്റം ഹാക്ക് ചെയ്യാണല്ലോ. ഇനി എന്ത് ചെയ്യും? ഇവിടെയുള്ള ഡൈനോസറസ് എല്ലാം എന്റെ കൺട്രോൾ വിട്ടു പോയിരിക്കുകയാണ്. ഡോക്ടർ ഖുറാന, നീ കാരണം ഞാൻ ഒരുപാട് അപമാനപ്പെട്ടു. എന്റെ പകരം വീട്ടിൽ ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം വയലൻസ് ആയിരിക്കും. എല്ലാം ഞാൻ നശിപ്പിക്കും. അതിൽ കുടുങ്ങിപ്പോകുന്നത് നീയായിരിക്കും. ഇപ്പൊ ഈ ഡൈനോസേഴ്സ് എല്ലാം എന്റെ കൺട്രോളിലാണ്. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും.
അതിന്റെ കണ്ണുകൾ പെട്ടെന്ന് എന്താ ചുവപ്പ് നിറമായി മാറിയത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെ കാണി ലോകം ഞെട്ടും. ഞങ്ങൾ തകർത്തെറിയുന്നത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഡെമ്മി ഡൈനോസോർ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? നീ ഇപ്പൊ ടോണിയോടെ കയറി കളിച്ചിരിക്കുന്നത്. നിന്നെ കാണിച്ചു തരാമടാ. ഈ ഡൈനോസറസ് എല്ലാം ഇപ്പോൾ എന്റെ കൺട്രോളിലല്ല. ആരോ എന്റെ സിസ്റ്റം ഹാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ആ ഡൈനോസറസിന്റെ അടുത്തേക്ക് പോകരുത്. ഡോക്ടർ ഖുറാന അങ്കിളിനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ മെക്കാനിക്കൽ ഡൈനോസേഴ്സ് എല്ലാം ഔട്ട് ഓഫ് കൺട്രോളിലാണ്. നമുക്ക് ജനങ്ങളെ എല്ലാവരെയും രക്ഷിക്കണം. അതിലാദ്യം ഡോക്ടർ ഖുറാന അങ്കിളിനെ രക്ഷിക്കണം. ഓക്കേ ബഡി, ലെറ്റ്സ് ഗോ. ഈ ഡൈനോസറസ് എല്ലാം എങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയത്? കാരണം ആരോ എന്റെ കൺട്രോൾ സിസ്റ്റം ഹാക്ക് ചെയ്തിരിക്കുകയാണ് മോനെ. ഇപ്പൊ എന്റെ കൺട്രോളിലല്ല, അവന്റെ കൺട്രോളിലാണ് എല്ലാം ഉള്ളത്. ഈ പ്രശ്നത്തിന് എല്ലാം കാരണം അവനാണ്. അവനെന്ന് പറഞ്ഞ ആരാ? അതാ എനിക്ക് മനസ്സിലാകാത്തത് കീക്കോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 144 ആക്ടിവേറ്റ് ചെയ്യ്. ഓൾ റൈറ്റ് ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 144. ഇത് കണ്ടോ, ആ ഡയറക്ഷനിൽ നിന്നും ഹൈ ഫ്രീക്വൻസി വേവ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഡൈനോസറിനെ കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽസ് ദേ അവിടെ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. ഷെടാ, അവൻ എന്റെ അസിസ്റ്റന്റ് ബണ്ണിയാണ്. അവൻ എന്റെ ലാബിൽ നിന്ന് മോഷ്ടിച്ചത് കൊണ്ട് ഞാൻ അവനെ പുറത്താക്കി. അതുകൊണ്ട് അവൻ നിങ്ങളോട് പകരം വീട്ടുകയാണെന്ന് തോന്നുന്നു. വിഷമിക്കേണ്ട അങ്കിൾ, ഞാനും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ് ബ്രദർ. നിങ്ങളിപ്പോ ഡൈനോസർ സിസ്റ്റം ഹാക്ക് ചെയ്ത് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ പ്ലീസ് അതൊന്ന് നിർത്തിവെക്കൂ. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ മിസ്റ്റർ ബണ്ണി. ആ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് തന്നേക്ക്. ഓ, നിനക്ക് ലാപ്ടോപ്പ് വേണോ? ഇപ്പൊ തന്നെ തന്നേക്കാം. പക്ഷേ ഓട്ടോ ഡിസ്ട്രക്ഷൻ മോഡ് ഓൺ ചെയ്തതിന് ശേഷം തന്നേക്കാം. ഇനി ആ ഡൈനോസോറിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഓട്ടോ മോഡിലാണ്. കണ്ണിൽ കണ്ടതെല്ലാം അത് നശിപ്പിക്കും. ബൈ ബൈ ഡോക്ടർ ഖുറാന. വേഗം ചെന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പണി നോക്ക്. പുലിയുടെ വായിൽ നിന്നും രക്ഷപ്പെട്ട് മുതലയുടെ വായിൽ ചാടിയ കഥയാണിത്. എന്നോട് കളിക്കില്ലേ മോനെ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ബണ്ണി അവര് പിടികൂടി. പക്ഷേ ഡൈനോസറിനെ നമ്മൾ എങ്ങനെ തടഞ്ഞു നിർത്തും? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്.
വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. എന്റെ ദൈവമേ, ഞാൻ എന്തെങ്കിലും അകത്താക്കുന്നതിന് മുമ്പ് ഇവൻ എന്നെ അകത്താക്കുന്ന തോന്നുന്നേ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 88 ആക്ടിവേറ്റ് ചെയ്യ്. ഓക്കെ ബഡി, ഫോർമുല നമ്പർ 88 ആക്ടിവേറ്റ് ചെയ്തേക്കാം. നീ എന്നെ തള്ളി വിട്ടുവല്ലടാ. നിങ്ങൾ എല്ലാവരെയും ഞാനിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഹലോ ഡൈനോസേഴ്സ്, ഞാൻ നിങ്ങൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് നിങ്ങൾ എല്ലാവരും എന്റെ അമ്മോ, അയ്യോ, എന്താ ഇത്? നമ്മുടെ കീക്കോയെയും സൂപ്പർ സ്പീഡോയെയും ആരെങ്കിലും രക്ഷിക്കേ. സൂപ്പർ സ്പീഡോയെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അവനാണ് അൺബ്രേക്കബിൾ. സൂപ്പർ സ്പീഡോ, നിന്റെ ബ്ലാസ്റ്റിംഗ് മിസൈൽ വെച്ച് അവരെ എല്ലാം തകർത്തേക്ക്. ഓക്കെ ബഡി കീക്കോ. ഇപ്പൊ നോക്കിക്കോ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ സിറ്റിയെ നശിപ്പിക്കാൻ പോവുകയാണ്. ഓ നോ, നമ്മുടെ മിസൈൽസ് പോലും ശരിക്കും വർക്കൗട്ട് ആവുന്നില്ല. വർക്കൗട്ട് ആകില്ല. ഞാൻ അവരെ വളരെ സ്പെഷ്യൽ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോക്ടർ അങ്കിൾ, ഈ ഡൈനോസറസ് എനർജിയുടെ സോഴ്സ് എന്താണ്? ഐ മീൻ, എന്തെങ്കിലും എഞ്ചിൻ ഉണ്ടോ? അതല്ലെങ്കിൽ ഡൈനോസറസിന്റെ പവർ സോഴ്സ് ബാറ്ററിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ ബാറ്ററീസ് ഡെഡ് ആയി കഴിഞ്ഞാൽ അത് നിൽക്കുമല്ലേ? കറക്റ്റ് ആണ് കീക്കോ. ഓൾറൈറ്റ് ബഡി. പക്ഷേ ബഡി, അതിനു മുമ്പ് നമുക്ക് ഡോക്ടർ അങ്കിളിനെ സേഫ് ആയിട്ട് താഴെ ഇറക്കി വിട്ടേക്കാം. ഓക്കെ സൂപ്പർ സ്പീഡോ, കഴിയുന്നിടത്തോളം തിങ്കുവിനെയും മങ്കുവിനെയും ഓടിപ്പിക്കേ. എങ്കിലേ അവരുടെ എനർജി ഡ്രെയിൻ ആവത്തുള്ളൂ. പിന്നെ ഈ സിങ്കുവിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ഇതാ വരുന്നു ഡൈനോസറസ്. എന്റെ ദൈവമേ, ഹലോ എങ്കോ, ഞാൻ ഇവിടെയുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പറഞ്ഞോ. അതായത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്നെ നീ പറ്റിച്ചല്ലേ. ഇനി ഞാൻ നിന്നെ വരുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം എന്നെ ഒന്ന് പിടിച്ച് കാണിക്ക്. വരൂ വരൂ, എന്റെ പുറകെ വരൂ. എനിക്ക് വേണ്ടത് അത് തന്നെയാണ്. We will make them rock and roll. These dinosaurs are out of control. Mr. Kurana's gonna get a nap. We will save them in a snap. You have messed with the wrong city. Now we'll fight you, no pity. Kiko, get the formula set. Make the dinosaurs regret. ആ വണ്ടിക്ക് തീ വെച്ച് ഞാനിപ്പോ നശിപ്പിക്കും.
കണ്ടോ, അവന്റെ ബാറ്ററി ഡൗൺ ആയി. നിൽക്കാതെ ഓടി ഓടി എന്റെ എഞ്ചിൻ ഓവർ ഹീറ്റായി പോയി. കീക്കോ, അവർ ഇലക്ട്രിക് വയർ വെച്ച് സ്വയം തന്നെ ബാറ്ററി ചാർജ് ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യും? അവന്മാരെ ഒന്ന് കളിപ്പിക്കാൻ ഫോർമുല നമ്പർ 72 ആക്ടിവേറ്റ് ചെയ്യണം. യോ ബഡി, ഫോർമുല നമ്പർ 72 ആക്ടിവേറ്റിംഗ്. ഇനി നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ റെഡിയാണല്ലോ? അതെ, റെഡിയാണ് കീക്കോ. ഞാനൊരു ബ്ലൂ കളർ സിമ്പിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്തു വാ. ആ അടയാളം തീരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ജമ്പ് ചെയ്യൂ. ഓൾറൈറ്റ് സൂപ്പർ സ്പീഡോ. പറ്റൂ സൂപ്പർ സ്പീഡോ. എത്ര പെട്ടെന്നാ നീ ആ കുഴി റെഡിയാക്കിയത്. എന്റെ സൂപ്പർ സ്പീഡോ ഡ്രില്ലിംഗ് മെഷീൻ വേണം നന്ദി പറയാൻ. ശരി, ഓക്കെ. ടിങ്കുന്റെ മിങ്കുന്റെ പ്രശ്നം തീർന്നല്ലോ അല്ലേ? അല്ല, ടിങ്കുവെ നമ്മൾ വേറെ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. അങ്ങോട്ട് നോക്കൂ. ഇപ്പൊ എന്ത് ചെയ്യും കീക്കോ? ഇനി അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ഫോർമുല നമ്പർ 777 ആക്ടിവേറ്റിംഗ്. ഇന്ന് ഞാൻ നിന്നെ തീയിലിട്ട് പൊരിച്ച് തന്തൂരി ചിക്കൻ പോലെയാക്കി മാറ്റും. സൂപ്പർ സ്പീഡോ, വേഗം മിസൈൽ ഷൂട്ട് ചെയ്യ്. ഇനി ഇവന്മാരുടെ ബാറ്ററീസ് ടോട്ടലി ഡൗൺ ആകാത്തത് വരെ ഇവന്മാർ ഇവിടെ തന്നെ കിടക്കട്ടെ. അതിനുശേഷം ഖുറാന അങ്കിളിനെ ലാബിലേക്ക് പറഞ്ഞേക്കാം.